എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ മലയാളി ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ള ഹാരിസ് അറബിയാണ്. KPCC ഡിജിറ്റൽ മീഡിയ ഓൾ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ്. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് മലപ്പുറം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആണ്. സർ നമസ്കാരം. സർ, കഴിഞ്ഞ ദിവസം കുറേയധികം ദിവസങ്ങളായി പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലുള്ള ഞാൻ താമസിക്കുന്ന എന്റെ പ്രദേശം ഉൾപ്പെടെ വലിയ രീതിയിൽ SFI പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടമാണ്. കേരള സർവകലാശാല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് SFI പ്രവർത്തകർ അതിനെ ആക്രമിക്കുന്നു, അവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുന്നു. പിണറായി വിജയന്റെ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യം നോക്കൂ. ഇന്നലെ സ്വകാര്യ ബസ് ഉടമകൾ ഹർത്താലിലായിരുന്നു. ഇന്ന് ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പഠനം മുടങ്ങിയിട്ടുണ്ട്. നാളെ SFI പഠനം മുടക്കുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന്, അതായത് ഭാരതാംബ വിവാദം, അതുമായി ബന്ധപ്പെട്ട് VC, സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ചാൻസലറുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയും SFIക്കാർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് കേവലം അത് മാത്രമല്ല, മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ്. താങ്കൾ ആ വിഷയത്തെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ ഇപ്പം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുണ്ട്. ഈ ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളാണ്. സ്വാഭാവികമായിട്ടും അവരയച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ അവർ പലതരത്തിലും പ്രതിഫലിപ്പിക്കും. അതൊക്കെ തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തില് ഇവിടെ ഇപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും അതിനുശേഷം ഇപ്പൊ ആർലേക്കർ വന്നപ്പോൾ ഇപ്പോഴാണെങ്കിലും ഈ ഗവർണറുമായിട്ടുള്ള ഈ ഒരു യുദ്ധം ഒരു സ്റ്റേജ് ഡ്രാമ പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. കാരണം ഇപ്പം നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ നിരന്തരമായ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ മൂർച്ഛിച്ച് പിന്നീട് അത് ഇവര് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് ചോദ്യങ്ങളോ അല്ലെങ്കിൽ പറച്ചിലുകളോ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ മറ്റേതെങ്കിലും ഒരു മൊമെന്റിൽ വീണ്ടും അത് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. അപ്പോ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ആളുകളുടെ ശ്രദ്ധ മാറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന, നമ്മൾ പലപ്പോഴും ഇപ്പൊ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇവര് SFI ഇതിന് ഉപയോഗിക്കുകയാണ്. SFI ഇതിന് ഉപയോഗിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് പല സ്ഥലങ്ങളിലും. അപ്പൊ ഈ വിഷയത്തിലും ഇപ്പൊ ഭാരതാംബ വിഷയം എന്നൊരു വിഷയം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ മറ്റേതെങ്കിലും ഒരു വിഷയം SFI കണ്ടെത്തുമായിരുന്നു. ഈ ഗവർണർ ഇപ്പൊ നേരത്തെ നമുക്കറിയാം, ഗവർണറോടെ വന്നപ്പോൾ ഗവർണറും KV തോമസും മുഖ്യമന്ത്രിക്കും വളരെ രഹസ്യമായിട്ടാണ് നിർമ്മല സീതാരാമനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വലിയ തുക കിട്ടാനുണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ തന്നെ അത് ഒരു തരത്തിലുമുള്ള ഒരു രഹസ്യമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒന്നല്ല. ഈ സംസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ കൂടി പൈസ അത് ഏത് രീതിയിലാണ് ഇവർ പറയുന്ന ക്ലെയിമുകളെല്ലാം ഉണ്ടെങ്കിൽ ആ ക്ലെയിമുകളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടോ, ആ പറയുന്ന ക്ലെയിമുകൾ അതേപോലെ തന്നെ വസ്തുതാപരമാണോ എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു വഴി ഉണ്ടായി. പക്ഷെ അതൊന്നും ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് രാഷ്ട്രീയത്തിന്റെ ആ ഒരു മേഖലയ്ക്ക് അപ്പുറത്ത് നിന്നും, രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ അപ്പുറത്ത് നിന്നുകൊണ്ടും സഹായിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള നമുക്കൊരു അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രം ഇതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. അതല്ലാതെ ഇതിനകത്ത് സൈദ്ധാന്തികമായ വലിയ സംഭവങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥത, ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തിന്റെ പരാജയം. വീണ ജോർജ് എന്ന മന്ത്രി 5 പൈസയ്ക്ക് കൊള്ളില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം. ആ ചർച്ചകൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയും സർക്കാരിനോടൊരു ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയല്ലേ ഇതുണ്ടാവുന്നത്. SFIക്കാർ എപ്പോഴും ഇങ്ങനെ, ഞാൻ ഒരു SFI ആണ്, എനിക്കറിയാം എങ്ങനെയാണ് ഇവരുടെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നത്, ഇവരെ എങ്ങനെയാണ് കുട്ടിക്കുരങ്ങന്മാരെ പോലെ മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ സത്യത്തിൽ ഇതൊരു എന്താ പറയാ, എങ്ങോട്ടാണ് നമ്മുടെ പ്രൊജക്ഷൻ പോകുന്നത്, അതിൽ നിന്നും വ്യത്യസ്തമായി വാർത്താ മാധ്യമങ്ങളെ ഫോക്കസ് മാറ്റി വെക്കാൻ ഉപയോഗിച്ചതാണെന്ന് പറയേണ്ടി വരില്ലേ അങ്ങനെയാണെങ്കിൽ? സത്യത്തിൽ ഈ ഭാരതാംബ വിഷയവും സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നമ്മുടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദുരന്തത്തിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ കോട്ടയത്തെ ദുരന്തം, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ദുരന്തം,
അത് സംഭവിച്ചതിന് ശേഷം ഇത് കുറച്ചുകൂടി ഇന്റൻസിഫൈഡ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇനി SFIയുടെ സമരങ്ങൾ കുറച്ചും കൂടി രക്തരൂക്ഷിതമാവുകയും കുറെ കൂടി പോലീസിന്റെ പിന്നെ കയ്യിൽ നിന്ന് മടി വാങ്ങുന്ന തരത്തിലേക്കൊക്കെ ഇതിനെ കുറച്ചും കൂടി എസ്കലേറ്റഡ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ജനങ്ങളെ അറ്റൻഷൻ മാറ്റുക എന്നുള്ളത് പിന്നെ ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ആരോഗ്യ മേഖലയിലാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കേരള സർക്കാരിന്റെ വാദം 2016 പിന്നെ പിണറായി വിജയൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്നുള്ള മട്ടിലാണ് ഇവരുടെ ഒരു പിന്നെ എല്ലാ തരത്തിലുള്ള ന്യായീകരണങ്ങളും പോകുന്നത്. സത്യത്തിൽ കേരളത്തില് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉള്ള നമ്മുടെ ഈ വികസനം എന്ന് പറയുന്നത് കേരളം ഇതുവരെ ഭരിച്ച എല്ലാവരും അത് ജനാധിപത്യ ഭരണകൂടം മാത്രമൊന്നുമല്ല കേരളം ഭരിച്ചത്. ഇതിനു മുമ്പുള്ള രാജഭരണകൂടങ്ങളും കേരളത്തില് ഭരണത്തില് ഇടപെട്ടിരുന്ന ബ്രിട്ടീഷ് സർക്കാരും ഇവിടുത്തെ മിഷനറികളും എല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ പല സ്വതന്ത്ര ഗവേഷക സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയിൽ ഗവേഷണം നടത്തുന്നവരൊക്കെ കേരളത്തിന്റെ പിന്നെ 1800-കളിൽ തന്നെയുള്ള കേരളത്തിലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പിന്നെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗതിയെ കുറിച്ചൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. ഇപ്പൊ ഇവിടുത്തെ വിവിധ മിഷനറികൾ കേരളത്തിലെ എമ്പാടും സ്ഥാപിച്ച ആശുപത്രികളുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ മലപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അങ്ങനെ അന്ന് ഹോസ്പിറ്റലുകളിൽ പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വിവിധ മിഷനറികൾ കേരളത്തിലെ മുക്കിലും മൂലയിലൊക്കെ സ്ഥാപിച്ച് ക്രിസ്ത്യൻ മിഷനറിക്ക് വലിയ പങ്കുണ്ട് ഈ ഒരു കാര്യത്തിൽ. പിന്നീട് സ്വകാര്യ ആശുപത്രികൾ ഇപ്പോ എല്ലാ ജില്ലകളിലും 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട്. അപ്പോ ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ എല്ലാവരും നേടിയെടുത്ത കേരളത്തില് നിരന്തരമായുള്ള ഭരണകൂടങ്ങളും ജനാധിപത്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന രാജ്യ സർക്കാരും ഇവിടുത്തെ മിഷനറികളും പിന്നീട് ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള സാമൂഹിക സംഘടനകളൊക്കെ ആരോഗ്യ രംഗത്ത് നടത്തിയ നിരന്തരമായ നിക്ഷേപങ്ങളും അതിനെ ഒരു വലിയൊരു വ്യവസായവും സേവനവും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലുള്ള നമ്മുടെ പുരോഗതിയൊക്കെ. പക്ഷെ നമ്മൾ പൊതുജനാരോഗ്യത്തെയും ആരോഗ്യ മേഖലയും രണ്ടിനും രണ്ടായിട്ട് പൊതുമേഖലയിൽ ഇത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ വിവേചിച്ച് നോക്കണം. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെയൊക്കെ സ്ഥിതി വളരെ മോശം തന്നെയാണ്. നമ്മൾ യൂറോപ്പുമായിട്ടൊന്നും താരതമ്യം ചെയ്യുന്നത് പോയിട്ട് നമുക്ക് ഗൾഫുമായിട്ട് പോലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഇത് വലിയൊരു വിവാദം ഇത് പിന്നെ സാന്ദർഭികമായിട്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ദൗർഭാഗ്യവശാല് ദുരന്തം സംഭവിച്ചു എന്നേ ഉള്ളൂ. മറ്റ് പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ ഇടിഞ്ഞു വീഴാറായതും ഇടിഞ്ഞു തുടങ്ങിയതും പ്ലാസ്റ്റർ വീണതും ഒക്കെ ആയിട്ടുള്ള കെട്ടിടങ്ങളിലാണ് വിവിധ വകുപ്പുകൾ മെഡിക്കൽ ഇതിനകത്തുള്ള വകുപ്പുകൾ മറ്റൊക്കെ ഉള്ളത്. അപ്പം പിന്നെ മേഖലയുടെ സ്ഥിതി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ന്യായീകരണ ക്യാപ്സ്യൂളുകളൊന്നും വിഴുങ്ങാത്ത ആളുകളോട് തന്നെ പിന്നെ വിശദീകരിച്ചാൽ മനസ്സിലാക്കാവുന്ന സംഭവങ്ങളാണ്. ഓക്കെ. ഇപ്പോ നിലവിൽ SFIക്കാർ നടത്തുന്ന ഈ പ്രക്ഷോഭങ്ങൾ ഇതിനെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നാളെയും പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകുമെന്നാണ് തിരിച്ചറിയുന്നത്. എനിക്കറിയാം സംയുക്ത ട്രേഡ് യൂണിയൻ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ യാതൊരുവിധ ഇതുമില്ല. അത് നിങ്ങൾക്ക് സംയുക്തമായോ അല്ലാതെയും ഒക്കെ ഈ നാട്ടിൽ സമരം വിളിക്കാനും അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുവാനും മാർച്ച് നടത്താനും ഒക്കെ എല്ലാവർക്കും അധികാരമുണ്ട്. ഞാൻ ആ ജനാധിപത്യ മര്യാദയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഹരിത സർവീസ് ഞാൻ ഇന്ന് കാണുന്ന കാഴ്ച ഇതൊന്നുമല്ല. ആളുകൾ സാധാരണക്കാരായ ദിവസവേതനത്തിന് പണിയെടുക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന, KSRTC ആക്രമിക്കുന്ന, ഓട്ടോ തൊഴിലാളികളെ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ഇറക്കി വിടുന്ന, തിട്ടൂരം ഇറക്കുന്ന രാഷ്ട്രീയക്കാരെ ഞാൻ വഴിയിൽ കാണുന്നുണ്ട്. മൊത്തത്തിലൊരു ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ വന്നപ്പോൾ തന്നെ SFIക്കാരെ കൈ പിടിച്ച് മുകളിലേക്ക് കയറ്റുന്നത്, അവരെ ഒന്ന് തിരിച്ചു തല്ലാൻ പോലും അല്ലെങ്കിൽ മാറ്റാൻ പോലും ക്രമസമാധാന പരിപാലനത്തിൽ പറ്റാത്ത പോലീസ്. ഇപ്പോഴും പോലീസിന്റെ നിഷ്ക്രിയത്വം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാം സംയുക്ത ട്രേഡ് യൂണിയൻ താങ്കൾ ഉൾപ്പെടുന്ന ഒരു ആളുകൾ കൂടി ഇതിനെ ആകത്തുകയിൽ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടാവും. ഈ തരത്തിൽ പക്ഷേ കേരളത്തിൽ മാത്രമായി ഈ അക്രമ സംഭവങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട്. ഇതൊരു ട്രേഡ് യൂണിയൻ ഗുണ്ടായിസമാണോ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള സമരങ്ങളെയും നിരോധിക്കാനോ അതല്ലെങ്കിൽ സമരങ്ങളോട് മുഖം തിരിക്കാനോ കഴിയില്ല. ജനാധിപത്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് സമരങ്ങൾ. അത് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും
സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഇപ്പം ഏതാനും ഒരു വർഷം 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇസ്രായേലിൽ അവിടുത്തെ ഭരണഘടനാ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രക്ഷോഭങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് നടന്നിട്ട് ടെൽ അവീവിലും ജെറുസലേമിലും പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. സർക്കാർ പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുടങ്ങിയിട്ടുണ്ട്. ഇത് ലോകത്തിലെ അമേരിക്കയിലാണെങ്കിലും പിന്നെ മറ്റേത് രാജ്യങ്ങളിലും സമരങ്ങളുണ്ട്. സമരങ്ങളില്ലാത്ത രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മാത്രമാണ്. അപ്പം സമരങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ്, ജനാധിപത്യ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ സമരാഭാസങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും ഇല്ല. നിങ്ങൾക്ക് സമരം നടത്താനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് സമരം നടത്താതിരിക്കാനും, എനിക്ക് എന്റെ ഓഫീസിലോ അതല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി സ്ഥലത്തോ എനിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലോ പോകാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ മര്യാദ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഈ അടുത്ത കാലത്ത് കണ്ട വലിയൊരു സമരമായിരുന്നു കർഷക സമരം. കർഷക സമരം ഇന്ത്യയിലെ കർഷകരെ ഇന്ത്യൻ ഭരണകൂടത്തെ പിടിച്ചുലച്ച ഒരു നീക്കമായിരുന്നു. പക്ഷെ ഈ കർഷകരെ ബാക്കിയുള്ളവർ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അപ്പം ഏതൊരു സമരവും ആ സമരത്തിന്റെ മെറിറ്റിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ആ സമരം ആക്രമാസക്തമല്ലാതാവണം. ഇപ്പൊ CPM-ന്റെ ഭാഗത്തു നിന്ന് സമരം എന്നതിലപ്പുറം സമരാഭാസം, അതിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുണ്ടായുസവും, സമരത്തോട് താല്പര്യമില്ലാത്തവർ ഓഫീസിലോ അതല്ലെങ്കിൽ കോളേജിലോ പോകുമ്പോൾ അവർക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും അതിന് മാത്രമൊന്നും ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഓഫീസുകളിലൊക്കെ ചെന്ന് ഇവരെ ഉണ്ടാക്കുന്നത് നിന്നെ കാണിച്ചു തരാം, അതായത് ഇന്നിനി എന്നെ അതെ കൈവെക്കാൻ അതെ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിന്റെ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കാം, നിന്നെ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു ഭീഷണി ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പിന്നെ സംസാരങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കോളേജുകളിലും അങ്ങനെ തന്നെയാണ് പലപ്പോഴും സമരങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും നാളെ സമരം പൊളിക്കാൻ ഇങ്ങ് വാ എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ഒരു മീനിങ്, വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം അന്നല്ലെങ്കിലും മറ്റൊരു ദിവസം നമ്മൾ ശരിയാക്കും എന്നുണ്ട്. അതൊട്ടും ശരിയല്ല. അത് സമരങ്ങളുടെ ഒരു രീതിയും അങ്ങനെയല്ല. ലോകത്തിലെ ഒരു സമരവും എല്ലാ ജനങ്ങളും ഇറങ്ങിയിട്ടൊന്നും നടത്താറൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിലും നടത്തിയത് ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ്. അപ്പൊ അതെ. സമരങ്ങളില് എത്ര ആളുണ്ട് എന്നുള്ളതല്ല, പക്ഷെ ഈ രീതിയിലുള്ള സമരങ്ങൾ ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പോലീസിനെ കുറിച്ച് കൂടി ഒരു അഭിപ്രായം പറയാമോ? അതായത് പോലീസ് ഇപ്പൊ നമുക്കറിയാം രവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവിയായി വരുന്ന സാഹചര്യത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വലിയ ചർച്ചകളൊക്കെ വന്നിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ കുത്തഴിഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാറുന്ന ഒരു സാഹചര്യം കൂടി. കാരണം അവരെ ഞാൻ കുറ്റം പറയില്ല. ഭരണചക്രം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കൊപ്പം നിൽക്കാൻ വിധിക്കപ്പെട്ട ഗതികെട്ട ആളുകളായാണ് വ്യക്തിപരമായി ഞാൻ പോലീസുകാരെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര നിഷ്ക്രിയത്വമുണ്ട്. ആരോഗ്യ മേഖല പോലെ തന്നെ നമ്മുടെ ആഭ്യന്തരവും തുലഞ്ഞു പോയോ? ഉം. ഈ ആരോഗ്യം പോലെ തന്നെ ജനങ്ങളുമായിട്ട് നിത്യേന ബന്ധപ്പെട്ട് ജനങ്ങളുടെ നിരന്തരമായ ഓഡിറ്റിങ്ങിനും വിലയിരുത്തലിനും പിന്നെ ഒക്കെ വിധേയമാകുന്ന ഒരു വകുപ്പാണ് ആഭ്യന്തരം. അപ്പോ ഇപ്പൊ പുതിയ DGP വരുമ്പോഴും, പുതിയ DGP ഇവരെ പിന്നെ രവതാ ചന്ദ്രശേഖരെ CPM വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നാണ് രവതാ ചന്ദ്രശേഖർ എന്നുള്ളത് CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു പത്മനാഭൻ കമ്മീഷൻ ആണെന്ന് തോന്നുന്നു. ആ ഒരു കമ്മീഷന്റെ കണ്ടെത്തലില് പിന്നെ രവതാ ചന്ദ്രശേഖരന് നേരിട്ട് ഉത്തരവാദിത്തമല്ല, അദ്ദേഹം പുതിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, തലശ്ശേരി ACP ആയിരുന്നു. അപ്പൊ അദ്ദേഹമല്ല അതിന്റെ ഉത്തരവാദിത്തമൊക്കെ കമ്മീഷൻ കണ്ടെത്തലുണ്ടായിരുന്നെങ്കിലും CPM രാഷ്ട്രീയമായിട്ട് ആ കമ്മീഷൻ കണ്ടെത്തലിന്റെ കൂടെ ഒന്നും നിന്നിട്ടില്ല. നിരന്തരമായിട്ട് രവതാ ചന്ദ്രശേഖരനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വെടിവെപ്പിന്റെ ഉത്തരവാദി നരഭോജി രാഘവൻ എന്ന് പറയുന്ന MV രാഘവനെ അവർ ആക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ആ വെടിവെപ്പിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള രവതാ ചന്ദ്രശേഖരനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിനകത്തോ അത് ന്യായീകരിക്കുന്നതിനകത്ത് അണികൾക്കോ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊരു വശം. അപ്പൊ അദ്ദേഹം വീണ്ടും അദ്ദേഹം 14 വർഷമായിട്ട് അദ്ദേഹം സംസ്ഥാനത്തിലെ പോലീസിലില്ല. അദ്ദേഹം വിവിധ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട, ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിലായിരുന്നു അദ്ദേഹം പിന്നെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ താല്പര്യം എടുത്തു. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാകാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ കാൻഡിഡേച്ചർ പിന്നെ സംസ്ഥാന സർക്കാരിനെ കൂടി ബോധ്യപ്പെടുത്തി. അങ്ങനെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നു. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ അകത്തുള്ള ഇപ്പൊ CPM-ലെ തന്നെ വലിയൊരു വിഭാഗത്തിന് ഇദ്ദേഹത്തോട് താല്പര്യമില്ല. നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിനോട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടും എതിരഭിപ്രായങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഇതിനോട് എതിരഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ പാർട്ടിയിലും ഒക്കെ ഉണ്ട്.
എന്ത് തന്നെയായാലും അതിനൊക്കെ നിരാകരിച്ചുകൊണ്ട് സിപിഎമ്മിൽ ഇത് സിപിഎമ്മിന്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് പോലീസിലുള്ള ഒരു ഹൈറാർക്കി പോലെ തന്നെയാണ്. മുകളിൽ പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കോൺസ്റ്റബിൾമാരാണ് താഴേക്കുള്ളതൊക്കെ. അതുകൊണ്ട് ഇത് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അണികളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന ഒരാള് അയാള് രവതാ ചന്ദ്രശേഖരൻ ഒരിക്കലും തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹം തനിച്ച് എന്തെങ്കിലും ഒരു നിലപാട് എടുക്കുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. എന്താണോ സംസ്ഥാന സർക്കാരിന്റെ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള പിണറായി വിജയന്റെ ഒരു രാജഭരണകൂടം എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു രാജഭരണകൂടം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഈ പോലീസ് നടപ്പിലാക്കും. അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വളരെ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മോശമായിട്ട് അവസ്ഥയിലായിരിക്കും സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ചും പോകാനൊരു സാധ്യത എന്നാണ് പൊതുവെ നിരീക്ഷിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും വ്യക്തമാണ് സാർ. എന്തായാലും നമുക്കറിയാം SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ല DYFI എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ CPM എന്ന് പറയുന്ന മാതൃസംഘടന കൃത്യമായി ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇതും ഭരണവിരുദ്ധ വികാരം മറച്ചു പിടിക്കാൻ കുറേയധികം വിദ്യാർത്ഥികളുടെ ജീവിതം തുലയ്ക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം ഹാരിസ് സാർ, മറുനാടിനോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.